സുദേവോക്ത വാണി സ്വദയിതതമോ ഉതന്ത പിശുന സുധാ മിശ്രാപൂർവം ശ്രവസി വിഷധാരേ ഏവ പതിതാ. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്നും വന്ന ഒരു കഥകളി സംഗീത കലാകാരിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മോളെ പേരെന്താ? തീർത്ഥാജയൻ. തീർത്ഥ. അപ്പം കഥകളി സംഗീതം മാത്രമേ ഉള്ളായിരുന്നു ഈനമായിട്ടല്ലേ? ഈ കൊല്ലം കഥകളി സംഗീതം. അപ്പം ഞാൻ ഈ മോളെ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ മോളുടെ നെറ്റിയിൽ ഒരു മുറിവുണ്ട്. അത് ഈ കലോത്സവത്തിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതാണ്. അപ്പം എന്താണ് മോളെ, അതെന്താണ് പറ്റിയത്? അത് പനി ഉണ്ടായിരുന്നു. അപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ. പനി കൂടി, ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പനി കൂടി. അപ്പോൾ BP ലോ ആയി. ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് വീണുപോയി. അപ്പോൾ സ്റ്റിച്ച് 4 ഉണ്ട്. അങ്ങനെ അതാണ്. അപ്പം പക്ഷെ അത് നമ്മുടെ ഇനത്തെ ബാധിച്ചില്ല. ഇല്ല ഇല്ല ഇല്ല, കാരണം നമ്മൾ അത്ര ആഗ്രഹത്തോടെ വന്നതാണ്. ഞാൻ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും ഇതിൽ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ കിടക്കയിലാണെങ്കിൽ പോലും കിടക്കയിൽ എണീച്ച് വരെ പാടും നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. സ്റ്റിച്ച് ഇടുന്ന സമയം പോലും മനസ്സിലിങ്ങനെ ഈ പദം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഗുരു ആര്? കഥകളി സംഗീതത്തിൻ്റെ ഗുരു കലാനിലയം ഹരിമാഷാണ് പഠിപ്പിച്ചത്. ഞാനിപ്പോൾ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. അത് രാജേഷ് തൃക്കരിപ്പൂർ സാറാണ്. ശാസ്ത്രീയ സംഗീതം എത്ര കൊല്ലമായി പഠിക്കുന്നു? 10-12 കൊല്ലമായി. 12 കൊല്ലമായി പഠിക്കുന്നു. അപ്പം ശാസ്ത്രീയ സംഗീതത്തിൽ മത്സരിച്ചതായിരുന്നു? ശാസ്ത്രീയ സംഗീതത്തിൽ കഴിഞ്ഞ കൊല്ലം മത്സരിച്ചിട്ടുണ്ട്. അപ്പം ഇത്തവണ കഥകളി സംഗീതമാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ആകസ്മികമായ ഒരു സംഭവം ഉണ്ടായത്, പ്രതീക്ഷിക്കാതെ. പക്ഷെ ആ അപകടം ഉണ്ടായപ്പോഴും നമ്മൾ പെട്ടെന്ന് വിചാരിച്ചിരുന്നു പാടാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ മനസ്സിൽ? ഇല്ല, കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തോ എന്നാലും സംഭവിച്ചാലും പാടാൻ പറ്റും എന്നുള്ളൊരു. അതായത് ചോരയൊലിച്ച് വന്നാലും ഞാൻ പാടിയിരിക്കും എന്നുള്ള അതെ. ആ ആത്മവിശ്വാസമാണ് എല്ലാവരിലേക്കും ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതും. ഈ മോളുടെ ആത്മവിശ്വാസമാണ്. കാരണം 4 സ്റ്റിച്ച് ഇട്ടിട്ടും കഥകളി സംഗീതം വന്ന് പാടി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആത്മവിശ്വാസം എത്രത്തോളം വേണമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഞങ്ങളിപ്പോൾ നിലവിൽ മുന്നോട്ട് വെക്കുന്നത്. മോളെ, ഈ കഥകളി സംഗീതത്തിൽ അല്ലെങ്കിൽ ഈ കഥകളി സംഗീതം അവതരിപ്പിക്കാൻ ഏറ്റവും സപ്പോർട്ടായി പിന്തുണയോടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അനിയത്തി എല്ലാവരും ഒപ്പരം നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിനെ കൊണ്ട് പറ്റുമെന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം പിൻബലത്തോടു കൂടി തന്നെ ഞാനിങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് പാടുന്നു. അപ്പം ഇത് +2 ആണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ അവസാനത്തെ സ്കൂൾ കലോത്സവമാണ്. ഇനി യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ ഈ കഥകളി സംഗീത കലാകാരിയെ പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം തോന്നുന്നു. അതെന്താ ഒരു ഉറപ്പില്ലാത്തത്? ഉണ്ട്, പ്രതീക്ഷിക്കാതെ വരും. അപ്പോൾ ഇനി കലോത്സവങ്ങൾ, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ ഒരു നിറസാന്നിധ്യമായി മോളുടെ പേര്? തീർത്ഥാജയൻ. തീർത്ഥാജയൻ ഇനി യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലേക്ക് കഥകളി സംഗീതവുമായി എത്തുന്നതായിരിക്കും.